ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബെവ്കോ, PFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 2025 കറണ്ട് അഫയേഴ്സ്, അതായത് നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് വരെയുള്ളത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സെപ്റ്റംബറിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആദ്യം മുതൽ ഉള്ള ക്ലാസ്സുകൾ കണ്ടുവരിക, എന്നാലേ നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അതായത് അടുത്തിടെ, അതായത് 2025 കാര്യമാണ്. 2025 800ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ഭൂകമ്പം നടന്നായിരുന്നു. അതെവിടെയാണ്? അത് അഫ്ഗാനിസ്ഥാനിലാണ്. എന്താണ്? 2025 800 പേരോളം മരിക്കാനിടയായ ഒരു ഭൂകമ്പം നടന്നു. അതെവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് നടന്നത്? അഫ്ഗാനിസ്ഥാനിലാണ്. അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അടുത്ത് നോക്കിയ ഒരു സൂചികയാണ്. എന്ത് സൂചികയാണ്? 2025 ആഗോള സമാധാന സൂചിക 1ാം സ്ഥാനം ഐസ്ലൻഡിനാണ്. 2025 ആഗോള സമാധാന സൂചികയിൽ 1ാമതെത്തിയ രാജ്യം ഐസ്ലൻഡ് ആണ്. അപ്പോ 2ാം സ്ഥാനം അറിയണം, 3ാം സ്ഥാനം അറിയണം അല്ലെ. 2ാം സ്ഥാനം അയർലൻഡിനാണ്, 3ാം സ്ഥാനം ന്യൂസിലൻഡിനാണ് കിട്ടിയത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 115ാമത്തെ സ്ഥാനത്താണ്. ഓക്കെ, അപ്പോൾ 2025 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഐസ്ലൻഡും, 2ാം സ്ഥാനം അയർലൻഡ്, 3 ന്യൂസിലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 115. ഓക്കെ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, 2026 വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാകുന്നത് എവിടെയാണ്? അതായത് നമ്മുടെ ഈ വർഷം, നമ്മൾ പറയുമ്പോൾ ഈ വർഷമാണ്. 2025 അതിന്റെ വേദി നിശ്ചയിക്കപ്പെട്ടു. അപ്പൊ 2026 വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഏതാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ അല്ലെ. രാജ്യത്ത് ആദ്യമായിട്ട് വനിതകൾക്ക് വേണ്ടി വെൽനസ് ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് വനിതകൾക്ക് വേണ്ടിയിട്ട് വെൽനസ് ക്ലിനിക്ക് എന്ന് വെച്ചാൽ എന്താണ്? അതായത് സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ചില സ്ത്രീകൾക്ക് വീട്ടിലെ ജോലി, അതുപോലെ തന്നെ എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് അവിടുത്തെ പ്രഷർ, അപ്പോൾ സ്ത്രീകൾക്ക് എന്താണ്, അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അല്ലെ. അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് രാജ്യത്ത് വെൽനസ് ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി വരുന്നത് കൊല്ലം ശാസ്താംകോട്ട. ശാസ്താംകോട്ട എവിടെയാന്ന് എല്ലാവർക്കും അറിയാം. അതെവിടെയാണ്? കൊല്ലത്താണ്. കൊല്ലം ശാസ്താംകോട്ടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി വരുന്നത്. ഓക്കെ അല്ലേ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല നിലവിൽ വരുന്നത് എവിടെയാ? ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയാണ്. ആദ്യത്തെ മൃഗശാലയല്ല, ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നു തൃശൂർ ജില്ലയിലെ പുത്തൂർ എന്ന സ്ഥലത്ത്. ഓക്കെ അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസൈനർ മൃഗശാല വരുന്നത് തൃശ്ശൂരിലെ പുത്തൂരാണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ. മനുഷ്യ വന്യജീവി സംഘർഷം പ്രാഥമിക പ്രതികരണ സേന ജാഗ്രതാ സമിതി ഉണ്ട്. അതിന്റെ ചെയർമാൻ എപ്പോഴും ആരാണ്? അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഓക്കെ, മനുഷ്യ വന്യജീവി സംഘർഷം പ്രാഥമിക പ്രതികരണ സേന ജാഗ്രതാ സമിതിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. മനുഷ്യ വന്യജീവി സംഘർഷം എന്താണ്? അതായത് വന്യജീവികൾ നാട്ടിലിറങ്ങി അല്ലെ, പല അക്രമങ്ങളും കാട്ടിക്കൂട്ടുന്നു ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ടൊക്കെ നമ്മൾ കുറെ വാർത്തകളിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് ഒരു പ്രതികരണ സേന, ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് വേണ്ടിയിട്ട് അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രാഥമിക പ്രതികരണ സേന ജാഗ്രതാ സമിതി ഉണ്ട്. അതിന്റെ ചെയർമാൻ എപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു സംഘത്തില് പരമാവധി 5 അംഗങ്ങൾ വരെ ഉണ്ടായിരിക്കും. എത്ര അംഗങ്ങളാണ്? 5 അംഗങ്ങൾ. ഓക്കെ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് വഹിക്കുന്നത് അത് കൊങ്കൺ റെയിൽവേ ആണ്. എന്താണ്? വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് വഹിക്കുന്നത് കൊങ്കൺ റെയിൽവേ ആണെന്ന് ഓർക്കുക. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയിട്ടുള്ള പ്രദേശമാണ് വർക്കല കുന്നുകൾ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിലെ കേരളത്തിൽ നിന്നും ഇടം നേടിയ സ്ഥലം അല്ലെങ്കിൽ പ്രദേശം ഏതാണ്? വർക്കല കുന്നുകളാണ്. ഇന്ത്യയിൽ നിന്നും പ്രധാനമായിട്ട് 7 സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ നിന്നും ഈ ഒരു ഹെറിറ്റേജ് പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കേരളത്തിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ഇത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അത് വർക്കല കുന്നുകളാണ്. ഓക്കെ അല്ലേ. അടുത്തത്,
അന്തിത്തോറ്റം. അന്തിത്തോറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു നാടകത്തിന്റെ പേരാണ് അന്തിത്തോറ്റം. ഈ അന്തിത്തോറ്റം എന്ന് പറയുന്ന നാടകം ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് എന്ന് ചോദിച്ചാൽ ആരുടെയാണ്? അത് മുച്ചിലോട്ട് മാധവൻ. കേട്ടോ, മുച്ചിലോട്ട് മാധവൻ എന്ന വ്യക്തിയുടെ ജീവിതത്തെ പ്രമേയമാക്കിക്കൊണ്ട് ഇറങ്ങുന്ന നാടകം ഏതാണെന്ന് ചോദിച്ചാൽ തിരിച്ചും മറിച്ചും ചോദിക്കും. പഠിച്ചു വെച്ചേക്കണം. അന്തിത്തോറ്റം എന്ന നാടകമാണ്. ഓക്കെ അല്ലേ? അടുത്തത്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മാർഗരേഖ പുറപ്പെടുവിച്ച സംസ്ഥാനം ഏതായിരിക്കും? നമ്മുടെ കേരളമാണ്. എന്താണ്? അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മാർഗരേഖ തയ്യാറാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. അടുത്തത് ഒരു വിയോഗമാണ്. അതായത് 2025 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ഫോറൻസിക് സർജൻ ആരാണ്? അത് ഷേർലി വാസു ആണ്. ഓക്കെ, 2025 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫോറൻസിക് സർജൻ ആണ് ഷേർലി വാസു എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എത്രാമത്തെയാണ്? ഇന്ത്യയിലെ 2ാമത്തെ ഫോറൻസിക് സർജൻ ആണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇവരുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഏതാണെന്ന് അറിയാമോ? പോസ്റ്റ്മോർട്ടം ടേബിൾ ആണ്. എന്താണ് പുസ്തകത്തിന്റെ പേരെന്താ? പോസ്റ്റ്മോർട്ടം ടേബിൾ. കേട്ടോ, ഓർത്ത് വെച്ചേക്കണേ. പോസ്റ്റ്മോർട്ടം ടേബിൾ എന്നാണ് ഇവരുടെ പുസ്തകത്തിന്റെ പേര്. അടുത്തത്, 2025 സെപ്റ്റംബറിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? 2025 സെപ്റ്റംബറിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് സ്പെയിൻ ആണ്. ഏതാണ്? സ്പെയിൻ. ഓക്കെ. അടുത്തത്, വനിതാ സ്വയം സഹായ സംഘ അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകുന്ന ആദ്യത്തെ സംസ്ഥാനം എന്താണ്? വനിതാ സ്വയം സഹായ സംഘ അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. ഏതാണ്? തമിഴ്നാട്. അടുത്തത്, H1B വിസയുടെ ഫീസ് $1,00,000 ആക്കിയ രാജ്യം ഏതാണ്? അത് ഏതാണ് ആ രാജ്യം? അമേരിക്കയാണ്. H1B വിസയുടെ ഫീസ് എത്ര ഡോളർ ആക്കിയത്? $1,00,000. $1,00,000 ആക്കി മാറ്റിയത് USA ആണ്, നമ്മുടെ അമേരിക്കയാണ്. ഓക്കെ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് അല്ലെ 2025 കൊടുക്കുന്നത്. ആർക്കാണ് ലഭിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചലച്ചിത്ര നടനായിട്ടുള്ള മോഹൻലാലിനാണ് അല്ലെ. അപ്പൊ ആദ്യമായിട്ട് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്നത് ഏത് മലയാളി, അതായത് ആദ്യമായിട്ട് കിട്ടുന്ന മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് അടൂർ ഗോപാലകൃഷ്ണനാണ് അല്ലെ. എന്നാൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്നത് 2ാമത്തെ മലയാളി ചോദിച്ചാൽ അത് ആരാണ്? നമ്മുടെ മോഹൻലാലാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മോഹൻലാലിനാണ്. ഓക്കെ. അടുത്തതും ഒരു പുരസ്കാരമാണ്. സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് MS സുബലക്ഷ്മി പുരസ്കാരം. എന്താണ്? സംഗീത മേഖലയിൽ കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് MS സുബലക്ഷ്മി എന്ന് പറയുന്നത്, സമഗ്ര സംഭാവനകൾക്ക്. അത് ലഭിച്ചത് നമ്മുടെ ഗാനഗന്ധർവനായിട്ടുള്ള KJ യേശുദാസിനാണ്. ഓക്കെ. അപ്പോ സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് MS സുബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് ഗായകനായിട്ടുള്ള KJ യേശുദാസിനാണ്. ഓക്കെ അല്ലേ? ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കിക്കേ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു. എന്താ പഠിച്ചത്? 800ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം നടന്നായിരുന്നു 2025 സെപ്റ്റംബർ മാസത്തില്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഏത് രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാനിലാണ്. ഓക്കെ അല്ലേ? ആഗോള സമാധാന സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഐസ്ലൻഡും, രണ്ടാമതെത്തിയത് അയർലൻഡും, മൂന്നാമതെത്തിയത് ന്യൂസിലൻഡുമാണ്. ഓക്കെ. ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ഇന്ത്യ 115ാം സ്ഥാനത്താണ്. ഓക്കെ അല്ലേ? ഇനി 2026 വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. രാജ്യത്ത് ആദ്യമായിട്ട് വനിതകൾക്ക് വേണ്ടി വെൽനസ് ക്ലിനിക് ആരംഭിച്ചത് നമ്മുടെ കേരളമാണെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബകോടതി നിലവിൽ വരുന്നു ശാസ്താംകോട്ട, കൊല്ലം ശാസ്താംകോട്ടയില്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്ന തൃശൂർ പുത്തൂരാണ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രാഥമിക പ്രതികരണ സേനാ ജാഗ്രതാ സമിതിയുടെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് ഓർക്കുക. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് വഹിക്കുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഇടം നേടിയത് വർക്കല കുന്നുകളാണെന്ന് ഓർക്കുക. അന്തിത്തോറ്റം എന്ന നാടകം ആരുടെ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ മുച്ചിലോട്ട് മാധവന്റെ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇനി എന്താണ്? 2025 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ഫോറൻസിക് സർജനാണ് ഷേർലി വാസു. അവരുടെ പുസ്തകം ഓർക്കണം, പോസ്റ്റ്മോർട്ടം ടേബിൾ. 2025 സെപ്റ്റംബറിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാ? സ്പെയിൻ ആണ്. വനിതാ സ്വയം സഹായ സംഘ അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകുന്ന ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. H1B വിസയുടെ ഫീ $1,00,000 ആക്കിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്.
2021 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനാണെന്ന് ഓർക്കുക. ഇത് സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസിനാണ്. ഓക്കെ, അപ്പൊ 10th പ്രിലിംസിന്റെ 2ഉം 3ഉം ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് 3ഉം 4ഉം ഘട്ടങ്ങൾ, 2ാം ഘട്ടം ഓഗസ്റ്റ് 22-നല്ലേ നടക്കാൻ പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് കറണ്ട് അഫയേഴ്സും ബാക്കിയുള്ള ഭാഗങ്ങളും GKയും കണക്ക് എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Okay, bye.